സിറ്റിംഗ് MLA റോജി എം ജോണിനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു നല്ല അഭിപ്രായമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രവി മേത്തറിന് ആലുവരെ നോട്ടമുണ്ട്, പക്ഷെ നടക്കത്തില്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ പുള്ളിക്കാരിക്ക് ബോധ്യമായെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളൊക്കെ ഈ കൊച്ചു കുട്ടികളാകുമ്പോൾ ഈ TV തുടങ്ങുന്ന കാലം തൊട്ട് നമ്മൾ കാണുന്ന ഒരു മുഖമാണ് ദീപ്തി മേരി വർഗീസ്. ഈ ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കാനൊരു സീറ്റില്ല. കാരണം ഉള്ള സീറ്റിലോട്ടെല്ലാം ആൾക്കാർ റെഡിയാണ്. ഷിയാസിന് കളമശ്ശേരി വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും നടത്തി നോക്കി. കളമശ്ശേരിയും കൊച്ചിയും കൂടെ വെച്ച് മാറുക, കളമശ്ശേരി കോൺഗ്രസിന് കൊടുത്തിട്ട് കൊച്ചി ലീഗിന് വിട്ടുകൊടുക്കുക എന്നുള്ള പരിപാടി ആലോചിച്ചു. ഒന്നും നടന്നില്ല. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഉച്ചച്ച് തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഉമാ തോമസ് നിന്ന് കഴിഞ്ഞാൽ 10,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം ചുരുങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവന്മാരെ ചർച്ച എന്ന് തീരും. ഇതേമാതിരി മാരത്തോൺ ചർച്ച ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇത്രയും ചർച്ചയില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, എറണാകുളം കോൺഗ്രസിന് അല്ലെങ്കിൽ UDF മേൽക്കൈയുള്ള ഒരു ജില്ലയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ കൈവശം ഇരിക്കുന്ന പ്രധാനപ്പെട്ട ചില നിയോജക മണ്ഡലങ്ങൾ, അത് തൃക്കാക്കര, അതോടൊപ്പം തന്നെ ആലുവ, കൊച്ചി ഉൾപ്പെടുന്ന, കൊച്ചി ഇപ്പം കോൺഗ്രസിൻ്റെ കൈവശം അല്ല ഉള്ളത്, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില അത്ഭുതങ്ങൾക്ക് സാധ്യത ഉണ്ടായി വരുന്നതായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നത് തൃക്കാക്കരയിലെ ഈ ഒരു മാറ്റത്തെയൊക്കെ? തൃക്കാക്കരയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് പിടിക്കാം. തൃശ്ശൂർ കഴിഞ്ഞിട്ട് നമുക്ക് അങ്കമാലി ആലുവയും കഴിഞ്ഞിട്ടാണല്ലോ തൃക്കാക്കര എത്തുന്നത്. അതെ. അപ്പോൾ ഞാൻ എന്തായാലും മലബാറുകാരനായതുകൊണ്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങാം. മലപ്പുറത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്കമാലി മണ്ഡലം. അങ്കമാലിയിലൊരു വരത്തനാണ് അവിടുത്തെ നിലവിലുള്ള സിറ്റിംഗ് MLA. കണ്ണൂർക്കാരനാണ്. എറണാകുളം ജില്ലക്കാരനുമല്ല, തൃശ്ശൂർ ജില്ലക്കാരനുമല്ല. അതായത് മധ്യമേഖലയുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. പണ്ടൊന്നും കുടിയേറി പോയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പുള്ളിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പല സാധനങ്ങളും നമുക്ക് പറയാനുണ്ട്. പറയേണ്ട സമയത്ത് നമുക്ക് പറയേണ്ടതായ രീതിയിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് വെടി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട. അപ്പോൾ റോജി എം ജോണാണ് അവിടുത്തെ സിറ്റിംഗ് MLA. റോജി എം ജോണിനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു നല്ല അഭിപ്രായമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്കമാലിയിൽ നിന്ന് നമ്മൾ എല്ലാം ഇങ്ങോട്ടങ്ങ് വരാം. അങ്കമാലിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അങ്കമാലി വേണ്ട, ഞാൻ അധികം ഇപ്പം പറയുന്നില്ല. ഇപ്പം പറയേണ്ട സമയമല്ല. റൈറ്റ് ടൈമിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലുവയിൽ അൻവർ സാദത്ത് ആള് ഭാവമാണ്. ആ നാട്ടുകാർക്കിടയിലൊക്കെ സാധാരണക്കാരനാണ്. അല്ലാതെ ഒരു ക്യാബിനറ്റ് മെറ്റീരിയലല്ല. ഒരു മിനിസ്ട്രിയിൽ എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എഴുത്തും വായനയൊക്കെ അറിയാം, പത്രം വായിക്കാനും അറിയാം, സംസാരിക്കാനും അറിയാം, മലയാളം എഴുതാനും വായിക്കാനും അറിയാം. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വലിയൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പുസ്തകത്തിൻ്റെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ജനങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ജബി മേത്തറിന് അവിടെ ഒരു നോട്ടമുണ്ട്. ജബി മേത്തറിന് ആലുവരെ നോട്ടമുണ്ട്, പക്ഷെ നടക്കത്തില്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ പുള്ളിക്കാരിക്ക് ബോധ്യമായെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ജബി മേത്തർ പല സീറ്റുകളിലേക്കും ശ്രമിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ശ്രമിച്ചിരുന്നു. പല കാര്യങ്ങളും ചെയ്തിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഒരു പ്രശ്നമല്ല. അവർ രാജ്യസഭാ മെമ്പർ ആയതിൻ്റെ പിന്നിലുള്ള സംവിധാനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചൊക്കെ നമുക്ക് അത്യാവശ്യം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ ജബി മേത്തറിനെ സംബന്ധിച്ചിടത്തോളം ജബി മേത്തർ നല്ല പൊളിറ്റീഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഒരു ജനറൽ പൊളിറ്റീഷ്യനാണ്. വെറും വിവരക്കേടൊന്നും പറയാൻ പറ്റത്തില്ല. ബിന്ദുകൃഷ്ണയുടെ ഒന്നും മാരിയൊന്നുമല്ല. അപ്പോൾ അവർ ജനറൽ പൊളിറ്റീഷ്യനാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ തൽക്കാലം സീറ്റ് കൊടുക്കാൻ നിർവാഹം കോൺഗ്രസിനില്ല. ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എത്രയോ കേസിനും വേണ്ടി തല്ലുകൊണ്ടാണ് എൻ്റെ CP. അതായത് നമ്മളൊക്കെ ഈ കൊച്ചു കുട്ടികളാകുമ്പോൾ ഈ TV തുടങ്ങുന്ന കാലം തൊട്ട് നമ്മൾ കാണുന്ന ഒരു മുഖമാണ് ദീപ്തി മേരി വർഗീസ്. ഈ ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കാനൊരു സീറ്റില്ല. കാരണം ഉള്ള സീറ്റിലോട്ടെല്ലാം ആൾക്കാർ റെഡിയാണ്. ഇടിയാണ്. അപ്പോൾ അതായത് കന്നുകാലി ചന്തയിൽ പോയി ഇത്രയും തിരക്കുണ്ടാകത്തില്ല. അതേമാതിരി ഇപ്പോൾ AICC ഓഫീസിലും ഡൽഹി ഹൗസിലും ഹൗസിലൊന്നും മുറി കിട്ടാനില്ല. ദില്ലി തന്നെ മുറി കിട്ടാനില്ലെന്ന് മൊത്തം പല ഹിന്ദിക്കാരോട് പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറയും കിതർ ബി ദേഖേ തോ സബ് കേരള ലോഗ് ഇതറായ സബ് മല്ലൂസ് ഇതറായ എന്നും പറയുവാർ. കാരണം എന്ന് വെച്ചാൽ റൂം കിട്ടാനില്ല. ഉള്ള ഹോട്ടൽ മുഴുവൻ മലയാളികൾ ബുക്ക് ചെയ്തേക്കുക. എല്ലാവരും മത്സരിക്കണം. 140 സീറ്റേ ഉള്ളൂ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രയാസം പരിഗണിച്ച് കേരളത്തിനകത്തെ ഈ മണ്ഡലങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് 1400 മണ്ഡലം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ കാരണം എന്ന് വെച്ചാൽ 1400 മണ്ഡലം ഉണ്ടാക്കിയാൽ പോലും അവിടെ മത്സരിക്കാൻ മിനിമം 1400 × 4 5600 പേര് റെഡിയായിരിക്കും. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. KPCC സെക്രട്ടറിമാരാവാൻ 10-70 പേര്, ജനറൽ സെക്രട്ടറിമാരാവാൻ 10-35 പേര്, വൈസ് പ്രസിഡന്റ് ആവാൻ കുറേ പേര്, വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ 3 എണ്ണം. വർക്കിംഗ് പ്രസിഡന്റ് 3 എണ്ണം ഒരു പാർട്ടിക്ക്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ്. ഒന്നാമത്തെ പാർട്ടിക്ക് പ്രസിഡന്റും ഇല്ല,
വർക്കിംഗ് പ്രസിഡന്റും ഇല്ല, ഒരു സെക്രട്ടറി മാത്രമേ ഉള്ളൂ. സെക്രട്ടറി മാത്രമേ. ഇവിടെ കുറേ ജനറൽ സെക്രട്ടറിമാർ, കുറേ മറ്റിടത്ത് ഒറ്റ ജനറൽ സെക്രട്ടറി. അതുകൊണ്ടാണ് സീറ്റ് പ്രഖ്യാപനം പെട്ടെന്ന് നടക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ AM ആരിഫാണ് മറ്റേ ആലുവയിൽ അൻവർ സാദത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇത് എങ്ങനെയായിരിക്കും അൻവർ സാദത്തിനെ ബാധിക്കുക? AM ആരിഫ് ആലപ്പുഴയിൽ തോറ്റു എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം, 2024 തോറ്റു. 2019 AM ആരിഫ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു. 2016 2011 അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ് ആരിഫ്. പക്ഷേ ആരിഫ് 2016 സിറ്റിംഗ് MLA ആയ അരൂരെ MLA ആയിരിക്കുമ്പം ലോക്സഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പം ആരിഫ് സ്വന്തം മണ്ഡലത്തിൽ പിന്നിപ്പോയി. അത് സൂചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2019 ആരിഫ് സ്വന്തം മണ്ഡലത്തിൽ പിന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് ബൈ ഇലക്ഷനിലൂടെ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുകയും ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് 2021 ആയപ്പോൾ ദലീമ ജോജ ജയിച്ചു. ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടു. ഇത്തവണ വീണ്ടും എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള മത്സരം തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആലുവയിൽ വന്നിട്ട് ആരിഫ് ഒരു മത്സരം നടത്തുമ്പം മുസ്ലിം വോട്ടുകൾക്കകത്ത് ധ്രുവീകരണം എന്ന് പറയുന്നത് അത് രാജ്യത്ത് മൊത്തത്തിൽ പ്രകടമല്ലെങ്കിലും കേരളത്തിലത് പ്രകടമാണ്. കേരളത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് വർഗീയത ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നുള്ള അഭിപ്രായമില്ല. എല്ലാ മതത്തിനകത്ത് ക്രിസ്ത്യാനികൾക്കിടയിലും വർഗീയവാദികളുണ്ട്, ഹിന്ദുക്കൾക്കിടയിലും വർഗീയവാദികളുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലും വർഗീയവാദികളുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയ സ്വഭാവമുള്ളവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് താരതമ്യേന. അത് ചില തെറ്റിദ്ധാരണകളുടെയും ഈ അപരബോധത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കിയിട്ട് അവരുണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഇനി ഒരു പ്രാവശ്യം കൂടെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് ഒരു കപ്പലിൽ കയറ്റിയെങ്കിൽ വിടും, പുറത്തോട്ട് വിട്ടേക്ക്, ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല, പാകിസ്ഥാനിലോട്ട് കയറ്റി അയക്കും എന്നുള്ള പേടി, ഒരു ഭീതി ഉണ്ടാക്കിയെടുക്കാൻ ചില തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് 93 മതിൽ തുടങ്ങി വെച്ചിട്ടുള്ള പ്രചരണങ്ങളുടെ തുടർച്ചയാണ് പിന്നീട് നടന്നിട്ടുള്ളത്. STP ആണെങ്കിലും ബാക്കിയുള്ള പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയാണ് സമ്മതിക്കാൻ പറ്റുക? ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു വർഗീയവാദിയായിട്ടുള്ള മുസ്ലിമുമായിട്ട് നമുക്ക് ഒരു നിമിഷം ബന്ധം ഉണ്ടാകത്തില്ല. ക്രിസ്ത്യാനിയായിട്ടും ഒരു ഹിന്ദുവായിട്ടും വർഗീയവാദിയാണെന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം നമ്മളങ്ങ് സ്പോട്ടിൽ കട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരകൽച്ച പാലിക്കും നമ്മൾ. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയ്ക്കകത്ത് മുസ്ലിം വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള 2 മണ്ഡലങ്ങളെന്ന് പറയുന്നത്, ഒന്ന് തൃക്കാക്കര മണ്ഡലം, ഒന്ന് ആലുവ മണ്ഡലം. തൃക്കാക്കര മണ്ഡലത്തിനകത്ത് മുഹമ്മദ് ഷിയാസിന് സീറ്റ് കിട്ടിയില്ല എറണാകുളം ജില്ലയ്ക്കകത്ത് നിന്നുള്ള വന്നപ്പോൾ DCC പ്രസിഡന്റ് എന്ന് വന്നപ്പോൾ അതിനകത്തൊരു വൈകാരികതയുണ്ട്. അതും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാർക്കിടയിൽ കൂടുതലുണ്ട്. അത് ഷിയാസിന് കളമശ്ശേരി വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും നടത്തി നോക്കി. കളമശ്ശേരിയും കൊച്ചിയും കൂടെ വെച്ച് മാറുക, കളമശ്ശേരി കോൺഗ്രസിന് കൊടുത്തിട്ട് കൊച്ചി ലീഗിന് വിട്ടുകൊടുക്കുക എന്നുള്ള പരിപാടി ആലോചിച്ചു. ഒന്നും നടന്നില്ല. എല്ലാ പരിപാടിയും കുളയാവും. മാത്രമല്ല കളമശ്ശേരി സീറ്റിൽ ഇപ്പോൾ രാജീവ് സുരക്ഷിതമായിട്ട് മാറുന്ന സ്ഥിതിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കളമശ്ശേരി സീറ്റ് ഈസിയായിട്ട് UDF പിടിക്കാൻ പറ്റുമായിരുന്നു. കോൺഗ്രസ് നിന്നാലും ലീഗ് നിന്നാലും പിടിക്കായിരുന്നു. ലീഗ് മലപ്പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി ഇറക്കുമതി ചെയ്താൽ മതിയായിരുന്നു. സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് നിർത്തിയാലും മതി എന്നേ. കാരണം അവിടെ പ്ലേസ് ചെയ്താൽ മതി. കാരണം ഈ ഗ്രൂപ്പുകൾക്കിടെ എറണാകുളത്തുള്ള സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരും, കോൺഗ്രസ്സുകാരും കാലുവാരും. അതേസമയം അപ്പുറത്ത് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സീറ്റ് പിടിച്ചു കഴിഞ്ഞാലല്ലേ ഭരണം കിട്ടത്തുള്ളൂ. ഭരണം കിട്ടിയാലല്ലേ നാളേക്ക് എത്ര കൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകാൻ പറ്റത്തുള്ളൂ. എന്നിട്ടല്ലേ വല്ല കാര്യം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ടല്ലേ നാട്ടുകാരടുത്ത് മറ്റേ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ 1000 രൂപ മേടിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നടക്കാതെ വരുന്ന അവസ്ഥ എത്തുന്ന സ്ഥിതിയിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. പിന്നെ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുമ്പോൾ പെരുമ്പാവൂരും സമാനമായിട്ടുള്ള ചില ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. എൽദോ അവിടെ ഏറ്റവും എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ് കൂടെ അവർക്ക് നിർത്താൻ പറ്റുന്നതിനകത്ത്. റിസൾട്ട് എന്തോ ആവട്ടെ, ഏത് സ്ഥാനാർത്ഥിയുടെയും എൽദോയും തമ്മിൽ മാറ്റിവെക്കുമ്പോൾ നമ്മളതിനകത്ത് റിസൾട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് ആ മണ്ഡലം പോകുന്നുള്ള ഉറപ്പാണ്. ഇവിടെ തൃക്കാക്കരയിൽ എന്ന് വെച്ചാൽ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാൻ പറ്റുന്നൊരു മണ്ഡലം തൃക്കാക്കര മണ്ഡലമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എറണാകുളം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി സെൻട്രലോ ആണെങ്കിൽ പോലും നഗരസ്വഭാവത്തേക്കാൾ കൂടുതൽ അവിടെ വേറെ സ്വഭാവമുള്ളത്. അതേസമയം തൃക്കാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാക്കരയിലുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ പകുതിയോളം പേര് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ്. കാരണം ഇപ്പോൾ പാർക്ക് അതേപോലെ തന്നെ സ്മാർട്ട് സിറ്റി എല്ലാ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിനകത്ത് നമ്മൾ പല ഫ്ലാറ്റുകളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഈവൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ലക്ഷദ്വീപുകാരുണ്ട്, ബാക്കിയുള്ള സ്റ്റേറ്റുകാരുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ പലരോടും നമ്മൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവരോട് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലെങ്കിലും ഒപ്പിക്കും. ഹിന്ദിയും വല്ലാതൊന്നും അറിയത്തില്ലെങ്കിലും മറ്റേ പഞ്ചാബ് വ്യവസ്ഥനകത്ത് ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ ചോർ എന്ന് ഞാൻ പറയത്തില്ല, തോട മാലുമേ. ഓക്കെ,
इसलिए हमको उसमें कुछ मुश्किल नहीं होता है मैं कैसा भी मैं മെയിൻറ്റെയിൻ करने वाला जो भी हो जाएगा. എനിഹാവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് തൃക്കാക്കര മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം അത് ഇന്ന് ദില്ലിയോടോ ബാംഗ്ലൂരിനോടോ കിടപിടിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര. അത് ഏറെക്കുറെ ലുലുവിൻ്റെ ഇപ്പുറം വരെ നമ്മളെ തോഷിബ ജംഗ്ഷൻ്റെ അവിടെ തൊട്ട് അങ്ങനെ ഇപ്പോൾ ഇൻഫോ പാർക്ക് വഴി അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കലൂരിൻ്റെ ഒരു വൈറ്റില ഒക്കെ വരുന്നുണ്ട് വരെ ഉള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊത്തം പോപ്പുലേഷൻ ഡെൻസിറ്റി എടുത്തിട്ട് അതിനെ നമ്മളിങ്ങനെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ജില്ലക്കാരായിരിക്കും കൂടുതൽ, പല സംസ്ഥാനക്കാരായിരിക്കും കൂടുതൽ. കാരണം ഇവിടെ പഞ്ചാബികളുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജാണ്. കേരളത്തിൽ തൃക്കാക്കര പോലെ ഇത്രയും ഉയർന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മണ്ഡലവും വേറെ ഇല്ല. കാരണം എല്ലാവരും ഉയർന്ന ബോധത്തിൽ നിൽക്കുന്നവരാണ്. എല്ലാവരും വേറെ തരം നഗരജീവിതത്തിൻ്റെ പ്രത്യേക കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നതാണ്. നമുക്കറിയാലോ, രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുള്ള കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ്. കാരണം പാതിരാത്രി തുറന്നിരിക്കുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നൈറ്റ് ലൈഫ് കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ടോ? ഇല്ല. കോഴിക്കോടില്ല. എറണാകുളം സിറ്റിക്കകത്തില്ല. സിവി എറണാകുളത്തിൽ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും അവിടെ റെയിൽവേ സ്റ്റേഷനോടെ കുറച്ച് നേരം ആൾക്കാർ കാണും, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ആൾക്കാരില്ല. അപ്പം അങ്ങനെയുള്ളൊരു രീതി അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ കളമശ്ശേരിക്ക് സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിന്നൊരു വേറൊരാളുണ്ട്, ജസ്റ്റിസ് കമാൽ പാഷ. കമാൽ പാഷ ഒത്തിരി കൊല്ലമായിട്ട് കളമശ്ശേരി എന്നെ നിർത്തിയാൽ ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. നിർത്താൻ പോയിട്ട് അയാളോട് നിൽക്കണമെന്ന്, നിങ്ങൾ നിൽക്കുമോയെന്ന് ആരും ചോദിക്കാൻ പോലും പോയിട്ടില്ല. പുള്ളി അവിടെ ഇരുന്ന് ചാനലിനകത്തിരുന്ന് പറയും, എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പരിഗണിക്കും. ആവശ്യപ്പെടാൻ ആരും പോയില്ല, ആരും ആവശ്യപ്പെടാൻ പോയില്ല. പിന്നെ കമാൽ പാഷയുടെയൊക്കെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ബിജു രാധാകൃഷ്ണൻ കമാൽ പാഷയ്ക്ക് അവിടെ സോളാറിലെ പ്രൊജക്റ്റ് ഉണ്ടാവുന്ന കാലത്ത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പറയല്ല, അതിൻ്റെ വിത്ത് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പുൾ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് കമാൽ പാഷയുടെയൊക്കെ ചിലപ്പോൾ പെൻഷനെ പോലും ബാധിക്കുന്ന കേസായിരിക്കും. കാരണം ജഡ്ജി ആയിട്ടിരിക്കുമ്പോഴേ ഈ പണി ചെയ്തിട്ടുള്ളത് ഫ്രീ ആയിട്ട്. ഇത്രയും ലക്ഷം രൂപ പൈസ കിട്ടുന്ന ഇത്രയും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് വിട്ടു വന്നു. ഇനി അടുത്തത് ദീപ്തി മേരി വർഗീസിനെ അവിടെ നിർത്താൻ പറ്റുന്നൊരു കാൻഡിഡേറ്റാണ്. ഉമ്മച്ചേച്ചി നല്ല കാൻഡിഡേറ്റാണ്. ഉമ്മച്ചേച്ചിയെ കുറിച്ച് എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല. ഉമ്മച്ചേച്ചി ഇപ്പോൾ സ്റ്റേഡിയത്തിൽ വീണതിന് ശേഷം ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. പി.ടി. തോമസിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉമ്മച്ചേച്ചിയെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എനിക്ക് അവരോടൊക്കെ ആദരവേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ. പി.ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇടുക്കി സീറ്റ് ഇയാൾക്ക് നിഷേധിക്കപ്പെട്ടപ്പം, കാരണം ബിഷപ്പ് പറഞ്ഞിട്ടാണല്ലോ ഈ സീറ്റ് നിശ്ചയിക്കപ്പെട്ട. അതെ അതെ, കസ്തൂരിരംഗൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്നാണ് ബിഷപ്പിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഈ മണ്ഡലത്തിലെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പി.ടി. തോമസ് പറഞ്ഞത്. അത് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും എന്ന് പറഞ്ഞ പാട്ടും പാടിയിട്ട് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം കാണിച്ചിട്ടുള്ള ആളാണ് പി.ടി. തോമസ്. പി.ടി. തോമസ് അന്ന് ആ സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്ത് ഞാനന്ന് ഗൾഫിൽ ജോലി ചെയ്യുക 2014, അതായത് 12 വർഷം മുമ്പ്. ഞാൻ അന്ന് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടു, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് ഇവർ ഈ മരണസമയത്ത് വലിയ പോസ്റ്ററായിട്ട് ആ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടേയായിരുന്നു. 2011 അവിടെ ബെന്നി ബെഹനാൻ മത്സരിക്കുന്നു. 2016 VM സുധീരനെ കടുംപിടുത്തം പിടിക്കുന്നു. ഓർമ്മയുണ്ട്? ആ ബാർക്കോടെ ബെന്നിക്ക് മത്സരിക്കാൻ പാടില്ല, കെ ബാബുവിനും സീറ്റ് കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത് VM സുധീരന് ഇടയ്ക്ക് ഒന്ന് ഇളകിപ്പോയതായി. ടൈറ്റാക്കാൻ ആരെങ്കിലും ഒന്ന് നിന്നാൽ മതി, എൻ്റെതൊക്കെ ഞാൻ തന്നെ ടൈറ്റാക്കാൻ നോക്കാതെ. അപ്പം ഈ പുള്ളി ആ സമയത്ത് ആ സീറ്റ് കൊളമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് പോയി. പക്ഷേ പി.ടി. തോമസിനെ കൊണ്ടുവന്നപ്പോൾ അവസാനം ബെന്നി ബെഹനാൻ സീറ്റ് ചെയ്ത് മാറിക്കൊടുത്തു. 2019 ബെന്നി ബെഹനാൻ ചാലക്കുടി മത്സരിക്കുന്നു. അന്ന് പി.ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നത്. 2021 ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 10,000 താഴോട്ട് എത്തിയൊന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. 2020 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2021 പുള്ളി മരിക്കുന്നു. 2021 ഡിസംബർ മാസത്തിൽ പുള്ളി മരിക്കുന്നു. 2022 മെയ് മാസത്തിലാണ് ബൈ ഇലക്ഷൻ നടക്കുന്നത്. ഈ ബൈ ഇലക്ഷനകത്ത് ഉമ്മച്ചേച്ചി 25,000 മുകളിൽ വോട്ടുകൾ പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ജയിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി വോട്ടെണ്ണുന്നതിൻ്റെ തലേന്ന് ഒറ്റ ദിവസം ഗ്യാപ്പിലാണ് വോട്ടെണ്ണുന്നത്. എന്നെ വിളിക്കുന്നു. ഞാനപ്പോൾ നിലമ്പൂരോട്ട് പോയതാണ്. വീട്ടിലെ വലിയ മോൻ ഡോക്ടർ വിഷ്ണു എന്നെ വിളിക്കുന്നു. വിഷ്ണു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേട്ടാ
പിന്നെ എന്താ സ്ഥിതി, ഒരു ടെൻഷൻ, അതുകൊണ്ടാണ് രാത്രി 10-11 മണിക്കാവും വിളിക്കുന്നത്. അപ്പം വിഷമം ഉണ്ടാവുമല്ലോ, അപ്പൻ മരിച്ചുപോയി, അപ്പ മരിച്ചുപോയി, പിന്നെ അമ്മ മത്സരിക്കുന്നു എന്നൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു വൈകാരികത. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷ്ണു പിന്നെ എന്ത് വന്നാലും 22,000 വോട്ടിന് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 22,000 ഞാൻ പറഞ്ഞു, 22,000 വോട്ടിന് ജയിക്കും എന്നുള്ള ഒരു സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പനോട് പറഞ്ഞു 22,000 ഒന്നും കിട്ടണമെന്നില്ല, അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ 1 വോട്ട് കൂടുതൽ അമ്മയ്ക്ക് കിട്ടണം, അതാണ് അപ്പയ്ക്കുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് വോട്ടെണ്ണി 22,000 വോട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 22 കഴിഞ്ഞെന്ന് പറഞ്ഞു. 25 ആയപ്പോൾ ഞാൻ അവനെ തിരിച്ചു വിളിച്ചു, പറഞ്ഞതിനേക്കാളൊക്കെ മേലെ പോയല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 25-ലേക്കൊന്നും ഇനിയിപ്പോൾ ഉമ്മച്ചേച്ചിക്ക് അവിടുത്തെ സിറ്റുവേഷനിൽ പോകാൻ പറ്റത്തില്ല. അവർ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഉമ്മച്ചേച്ചി തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഉമാ തോമസ് നിന്ന് കഴിഞ്ഞാൽ 10,000 വോട്ടിലേക്ക് ആ ഭൂരിപക്ഷം ചുരുങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏറ്റവും പോയി കഴിഞ്ഞാൽ 15,000-നുള്ളിലേക്ക് നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾക്കകത്ത് ഒരു മറച്ചിലുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം തൃക്കാക്കര ഷിയാസിനെ ആഗ്രഹിച്ചിരുന്നു. തൃക്കാക്കര ഷിയാസിനെ ആഗ്രഹിച്ചതല്ല, ഷിയാസ് ആഗ്രഹിച്ചതും ഷിയാസ് ശ്രമിച്ചതും കളമശ്ശേരിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഷിയാസ് ആദ്യം തൊട്ടേ ശ്രമിച്ചിരുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് പല സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്. ഷിയാസ് കളമശ്ശേരിയും കൊച്ചിയും കൂടെ വെച്ച് മാറുക എന്നുള്ളൊരു ഫോർമുല, അതായത് ഈ പട്ടാമ്പി തിരുവമ്പാടിയും വെച്ച് മാറുന്നത് പോലെ ലീഗുമായിട്ട് വെച്ച് മാറുക, എന്നിട്ട് കളമശ്ശേരിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ഷിയാസ് ഒന്നിക്കാന്ന് എഴുതിയ. പക്ഷേ ഷിയാസ് നിന്നാലും ഈ പറഞ്ഞ ലീഗുകാർ ഷിയാസിനെ തോപ്പിക്കും. അതാണ് ഒരു വാസ്തവം. അത് ഒന്നാമത് ഷിയാസ് പിന്നെ നല്ല സംഘാടകരാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരുള്ള ഒരാളാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരുള്ള ഒരാളാണ്. കേരളത്തിനകത്ത് ഈ പാർട്ടി തകർന്നു പോകുമ്പോൾ പോലും കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ ഒരു ജില്ലയാണ് എറണാകുളം കഴിഞ്ഞ തവണ. പക്ഷേ ഷിയാസിന് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല, ഒരു KSU സ്റ്റൈലായി. ഇപ്പോഴും ഷിയാസ് പോയിട്ട് ഒരു പക്വതയുള്ള നേതാവ് കാണിക്കേണ്ട കാര്യമല്ല പലപ്പോഴും കാണിക്കുക. അതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പോലീസിൻ്റെ അടുത്താണെങ്കിലും ഇവരുടെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഈ 15 വയസ്സിലും 18 വയസ്സിലും ഒക്കെ കോളേജിൽ കുസ്തി പഠിച്ച മാറ്റി നമ്മളിപ്പോൾ ആരോടെങ്കിലും വടക്കൂടാൻ പോകും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചേട്ടാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. നമ്മൾ ഈ പിന്നെ കച്ചറയ്ക്ക് നിൽക്കത്തില്ല. കാരണം നമുക്ക് അതിനകത്ത് താല്പര്യമില്ല. ഇത് റോട്ടിൽ കിടന്ന് തല്ലുകൂടാനോ അല്ലെങ്കിൽ വഴക്ക് കൂടാനോ താല്പര്യമില്ല. പോലീസുകാരെ തള്ളി മാറ്റുക, ഉന്തി മാറ്റുക, അവരുടെ അടുത്ത് പോയിട്ട് അവരെ തന്നി കുടിക്കുക, ഇതൊന്നും അല്ല രാഷ്ട്രീയം. അതിനകത്ത് ഇരുത്തം വന്നൊരു നേതാവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പലപ്പോഴും ഷിയാസ് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവേശം കൊള്ളിക്കാനായിരിക്കും, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനും ഒന്ന് മീഡിയ വിസിബിലിറ്റി കിട്ടാനും ഒക്കെയാണ്. പക്ഷേ DCC പ്രസിഡന്റ് അല്ലെങ്കിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, CPI-യുടെ ജില്ലാ സെക്രട്ടറി, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പദവിയുടെ ഒരു വലുപ്പം നോക്കണം. അത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിന് ഇന്ന് കേരളത്തിൽ അഡ്രസ്സും മേൽവിലാസവും ഉള്ളത്, UDF-ന് അഡ്രസ്സും മേൽവിലാസവും ഉള്ളത് ലീഗും കൂടി ഉള്ളതുകൊണ്ട്. കോൺഗ്രസിന് മേൽവിലാസം ഉള്ളത് എറണാകുളം ജില്ലയിലുണ്ടോ സിബി? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്തുണ്ടോ? കൊല്ലത്തുണ്ടോ? കൊല്ലത്ത് മഹേഷ് ജയിച്ചു എന്നല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ല. ഈ സാധനം വന്നിട്ട് പിന്നെ ഈ കേരളത്തിൻ്റെ നടുക്ക് മാത്രം ഇത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം തൃക്കാക്കര എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രം കിടക്കുകയത്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഈ സീറ്റുകളിലൊക്കെ എന്തെങ്കിലും ഡാമേജ് കോൺഗ്രസിന് സംഭവിക്കുന്ന പക്ഷം അത് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന്. അല്ലെങ്കിലും സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവന്മാരെ ചർച്ച എന്ന് തീരും. ഇതേമാതിരി മാരത്തോൺ ചർച്ച ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇത്രയും ചർച്ചയില്ല. 4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ചർച്ചിച്ച് കുട്ടിയെ കുളിപ്പിച്ചങ്ങ് കിടത്തും. ഏത് കോൺഗ്രസ് കുട്ടിയെ കുളിപ്പിച്ച് കിടത്താനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.